ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു തുള്ളി ഓയിലോ നെയ്യോ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു മിക്സി ജാറിലേക്ക് 2 കപ്പ് അവിലെടുക്കാം. ഞാനിവിടെ മട്ട റൈസിൻ്റെ അവിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം, വെള്ളയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. 240 ml മെഷർമെൻറ്റ് കപ്പിലാണ് എല്ലാം ഞാൻ മെഷർ ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഇനി പൊടിച്ച് വെച്ച് അവിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്ന അവിൽ നന്നായി ഒന്ന് കുതിർന്ന് വരും. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇനി അതേ പാനിൽ തന്നെ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെയും അവിലിൻ്റെയും മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഹൽവ നമുക്ക് ഉണ്ടാക്കാൻ. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് കാണും. അതായത് ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊരു വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഇനി ഈ ടൈമിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 6 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ച ഏലക്കപ്പൊടി ഒരു 3 ടീസ്പൂൺ കാണും, അതിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തുള്ളി നെയ്യോ ഓയിലോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങിയ ഓയിലാട്ടോ ഇത്. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് കൂടി ചേരുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങളിൽ കേക്ക് ടിന്നോ അങ്ങനെ ഏത് പാത്രം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ചൂടാറി വരട്ടെ. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.